ഉഷേ ഉഷേ, നീ കോളേജിൽ ജോലി റിസൈൻ ചെയ്തു. ആരോട് ചോദിച്ചിട്ട് പറ, ആരോട് ചോദിച്ചിട്ടെന്ന്? ചോദിച്ചാൽ സമ്മതിക്കില്ലെന്നറിയാം, അതുകൊണ്ട് ഞാൻ തന്നെ. എന്താ നീ കാണിച്ച ധിക്കാരി? ലക്ഷം രൂപ കൊടുത്താൽ ജോലി കിട്ടും. രാജിവെക്കാതെ ഇനിയും ജോലിക്ക് പോയാൽ സ്റ്റുഡൻസിന്റെ റെസ്പെക്ട് കിട്ടും. അവിടെ എനിക്ക് തല ഉയർത്തി നടക്കാനൊപ്പോ അതുകൂടി ചോദിക്കൂ. കോളേജിലെ കുട്ടികൾക്ക് മുഴുവൻ ഈ സംഭവം അറിയാം. സ്റ്റാഫിൽ പലരുടെയും മുന്നിൽ വെച്ചാണ് പ്രിൻസിപ്പലിന് ഞാൻ പരാതി എഴുതി കൊടുത്തത്. അതിനെതിരായി നിങ്ങൾ എന്നെ കൊണ്ട് പറയിച്ചു, സ്റ്റേറ്റ്മെന്റ് എഴുതി വാങ്ങിച്ചു. ഞാൻ ഇനി എങ്ങനെ അവരെ ഫേസ് ചെയ്യും? എന്നെ അപമാനിച്ച കുട്ടിയെ ക്ലാസ്സിൽ എത്തിക്കൊണ്ട് എനിക്ക് പഠിപ്പിക്കാൻ കഴിയില്ല. പിന്നെ ചുമ്മാ വീട്ടിലിരിക്കണം, അത് നടപ്പില്ല. നിങ്ങൾ അതേ പറയൂ. നാണം കിട്ടി ജോലി ചെയ്താലും നിങ്ങൾക്ക് ശമ്പളം കിട്ടിയാൽ മതി. സോഷ്യൽ മൊറാലിറ്റി വിടാതെ പ്രാക്ടീസ് ചെയ്യുന്ന യോഗ്യന്മാരായ വക്കീലന്മാർ എത്രയോ ഉണ്ട്. നിങ്ങൾക്ക് ആ മാന്യതയില്ല. നിന്റെ മറ്റവനുണ്ടായിരിക്കും മാന്യത, ആ ചെറ്റ പോലീസുകാർ. പോലീസുകാർ കളവും കൊലയും കൊള്ളയും ചെയ്യുന്നവരെ പിടിക്കുന്നവരാണ്. ആ ക്രിമിനൽസിനെ ഡിഫെൻഡ് ചെയ്യുകയല്ലേ നിങ്ങളുടെ ജോലി. അവരുടെ കാശ് വാങ്ങി ജീവിക്കുന്ന നിങ്ങളെ പോലെ ചെറ്റത്തരം പോലീസുകാർക്കില്ല. തോന്നിയാസം പറഞ്ഞ കൊന്നുകളയും തന്നെ. ഇല്ല, നിങ്ങൾ എന്നെ കൊല്ലില്ല. എന്റെ അച്ഛന്റെ സ്വത്തുക്കൾ മുഴുവൻ തട്ടിയെടുക്കുന്നവരെ ഇങ്ങനെ ടോർച്ചർ ചെയ്യുകയുള്ളൂ. പണമാണ് നിങ്ങൾക്ക് വലുത്. ഭാര്യയുടെ കൈ മുറിച്ചാലും കഴുത്തറുത്താലും കക്ഷികളെ നിങ്ങൾ പിണക്കില്ല. അവളെ ഒരു കോളേജ് സ്റ്റുഡന്റ് റേപ്പ് ചെയ്താലും നിങ്ങൾക്ക് പരാതിയില്ല. പണത്തിന് വേണ്ടി സ്വന്തം ഭാര്യയെ അന്യപുരുഷന്റെ കടപ്പറയിലേക്ക് അയക്കാനും നിങ്ങൾ മടിക്കില്ല. നിന്റെ കൂട്ടുകെട്ട് എനിക്ക് ഇഷ്ടമല്ല. എന്താ ബെന്നിക്ക് കുഴപ്പം? ഇതുപോലെ ബൈക്കിൽ കൊണ്ടു നടന്ന അവനെ ഉണ്ണ നമ്പൂതിരെ ചീത്തയാക്കിയത്. പാലക്കാട്ട് പഠിക്കാൻ പോയി, ഒരുമിച്ച് ഹോസ്റ്റലിൽ താമസിച്ചു. ഒടുവിൽ പെട്ടപ്പോൾ കൂട്ടുകാരനെ കുരുതി കൊടുത്തിട്ട് ഇവൻ മാത്രം രക്ഷപ്പെട്ടു. അപ്പന്റെ പണത്തിന്റെ ഊക്കുണ്ട്. ബെന്നിക്ക് ഇപ്പൊ പോളിറ്റിക്സ് ഇല്ല, വിട്ടു. പോളിറ്റിക്സ് അല്ല ഞാൻ പറഞ്ഞു വന്നത്. പ്രായം തികഞ്ഞ പെണ്ണാണ് നീ. വല്ലതും സംഭവിച്ചാൽ ഞാൻ സഹിച്ചോളാം. എടീ, അതിനല്ല നിന്നെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചത്, പഠിപ്പിക്കുന്നത്. മേലിൽ ഇങ്ങനെ വല്ലതും കണ്ടാൽ അന്ന് തന്നെ ഞാൻ നാട്ടിലയക്കും. അതാവും ചേച്ചിക്ക് സൗകര്യം എന്നെ ഒഴിവാക്കാൻ. എന്താണ് നീ പറഞ്ഞത്? ഫാദരയ്ക്ക് പുറത്തു പോകാതെ ഫ്രണ്ട്സിനെ ഇങ്ങോട്ട് വരുത്താമല്ലോ ഞാനില്ലെങ്കിൽ. ജ്യോതി, കഴിഞ്ഞവണ ഞാൻ നിനക്കുന്ന കാശൂടെ വെച്ചിട്ട് പോയില്ലേ, എന്താ കാര്യം? എനിക്ക് ആവശ്യമില്ല. എന്നിട്ട് പിന്നെ നീ ഇവിടെ വന്ന് ആവശ്യത്തിന് നാവിലൊരു തെറിയും വരുന്നില്ലല്ലോ. ചക്കാത്തനാണ് നീ വന്നത്. പോലീസുകാരുടെ സ്വഭാവം നിനക്കറിയോ? പ്രൈവറ്റ് ബസ്സിൽ കയറിയ ഫീസ് മുതൽ കാശ് കൊടുക്കൂല, മുടി വെട്ടുന്ന ബാർബർക്ക് കാശ് കൊടുക്കൂല, ഓഫീസർമാര് ബാറിൽ കയറിയ ബില്ല് കൊടുക്കൂല. ബില്ല് ആര് കൊടുക്കൂല? ഓഫീസർ. അല്ലടി, ബാറുടമ ഓഫീസർക്ക് ബില്ല് കൊടുക്കൂല. പക്ഷെ എനിക്ക് തരും. തന്നില്ലെങ്കിൽ ചോദിച്ചു വാങ്ങിക്കും. എനിക്ക് ആരുടെയും സൗജന്യമൊന്നും വേണ്ട. വേണ്ട, സാറിന് പണം തരണമെന്നല്ലോ. അത്രേ ഉള്ളൂ, കൂടുതലും ഇല്ല കുറവില്ല, ഫിക്സഡ്. എന്നാലാ കാശിന് സാറ് എനിക്കൊരു സാരി വാങ്ങിച്ചു തരൂ. സാരി എന്ന് വെച്ചാ പുടവ. ഞാൻ നിനക്ക് പുടവ വാങ്ങി തരണം. ഞാൻ നിന്റെ നായനാവണം. പുതിയ ഉള്ളവരടി, ഞാൻ കുടി നിർത്തിയ നിന്റെ ഭാഗം, അല്ലെങ്കിൽ അടിച്ചിന്റെ പല്ല് ഞാൻ കുടിച്ചാ പോവാം. കുടി നിർത്തിയോ? ഉപ്പ് ഇപ്പഴങ്ങ് എടുത്തു വെച്ചുള്ളൂ. എടാ നാറി, സോറി തിരുമേനി, ഇവിടെ നിന്ന് അങ്ങോട്ട് വിടവുള്ള. അതുകളാ, നിനക്ക് വേണ്ടി മാക്സിമം എനിക്ക് ചെയ്യാവുന്നത് ഒരു ചിന്ന വീട് വെച്ചുതരാം. കീപ്. പക്ഷെ നീ പുറത്ത് വേറെ ഒരുത്തനുമായിട്ട് ബന്ധപ്പെടാൻ പാടില്ല. പാടിയാ കൊല്ലും. നിനക്കുള്ള ചെലവ് ഞാൻ തരും. പിന്നെ ഈ ഓട്ടം നിർത്തണം. ഷെഡി കയറി കിടന്നോളാം. പറ, എത്ര രൂപ വേണം? എന്നെ വിലക്കെടുക്കാനാണോ? സാറ് കൈക്കൂലി വാങ്ങില്ലെന്നാ ഞാൻ കേട്ടത്. അത് നല്ല തുക ആരും തരാത്തോണ്ടാ. അതുകളാ, എന്റെ യോഗ്യതയെ പറ്റിയൊന്നും നീ പറയണ്ട. കാശ് പറ. പിന്നെ ശമ്പളമല്ലേ ഉള്ളൂ. മാസം 1500 ഒക്കില്ല. ഒരു രാത്രി കൊണ്ട് അതിലിരട്ടി ഞാൻ ഉണ്ടാക്കും സാർ. സാറിന് എന്നെ വിലക്കെടുക്കാനാവില്ല. നിങ്ങൾക്ക് വേണോ പണം, സ്ഥലം മാറ്റം, പ്രമോഷൻ? ഞാൻ വാങ്ങിച്ചു തരാം. തിരുവനന്തപുരത്തേക്ക് പോണ്ട, അവന്മാർ ഇവിടെ കൊണ്ടുതരും. എടി, നീ എനിക്ക് പ്രൊമോഷൻ ഇടാം. വേണ്ട സാർ, കാശാണ് സാറ് വിലമതിക്കുന്നതെങ്കിൽ എന്തൊരു സാർ ഈ ജോലി? കാലത്ത് മുതൽ ബൂട്ടും തൊപ്പിയും കാക്കിയും ഇട്ട് നടന്നാൽ നിങ്ങൾക്ക് എന്തോ കിട്ടും? അതിൽ കൂടുതൽ ദിവസവും 4 താടി പഠിച്ചു കൊടുത്താൽ അമ്പട്ടന് കിട്ടുമല്ലോ. അടിച്ചോളൂ. എന്ത് നിർത്തിക്കളഞ്ഞത്?
ശരീരം ലാളിക്കുന്നതാ ചിലർക്കിഷ്ടം. തലോടാനാണ് പലർക്കും കൊതി. പക്ഷെ അവരുള്ള എനിക്കറിയാം, കാര്യം കഴിയുന്നവരേ ഉള്ളൂ. സാറെന്നെ അടിക്കുമ്പോഴും മനസ്സിൽ വെറുപ്പ് കാണില്ല. അതാണ് എനിക്കിഷ്ടം. എന്ന് വെച്ചാൽ നിനക്കെന്നോട് റൊമാൻസ് തോന്നുന്നുണ്ടല്ലേ? ഒരുത്തി പ്രേമിച്ച് മുടിച്ചതാണെന്നെ. അതിന്റെ ഹാങ് ഓവർ പോകാനാണ് നിന്നോട് വരാൻ പറഞ്ഞത്. നിനക്ക് മറ്റുള്ള സൂക്കേട് തുടങ്ങിയാൽ ചവിട്ടി ഞാൻ പുറത്താക്കും. എനിക്കാരോടും റൊമാൻസും പ്രേമവും ഒന്നുമില്ല. സാറ് പറഞ്ഞ പോലെ പലർക്കും ശരീരം വിറ്റ് നടക്കുന്നവളല്ലേ. എങ്ങനെ ഉണ്ടാവും? ഒരാളെ മാത്രം മനസ്സിൽ ധ്യാനിക്കാൻ, അതേ ആളിന്റെ സ്വന്തം അവൻ മോഹിക്കാനേ പറ്റും. നടക്കില്ല സാർ. ഇല്ല സാർ, സാറിനെ ഞാൻ ഒരിക്കലും പ്രേമിക്കില്ല. ഉറപ്പാണല്ലോ? ആ, പറയട്ടെ. അതിനു മുമ്പേ പ്ലാനൊന്നും എനിക്ക് കേൾക്കണ്ട. സമയം പറ. എപ്പോഴാ എന്നെ ഇവിടുന്ന് പുറത്തു കാണിക്കുക? അതല്ലേ പറഞ്ഞു വന്നത്. നമ്മൾ ഉദ്ദേശിച്ച കപ്പ വരാൻ ഇനിയും 1-2 ആഴ്ച കൂടി കഴിയും. ഇവിടുന്ന് പുറത്തിറങ്ങിയാൽ അതുവരെ താമസിക്കാൻ ഒരു ഇടം വേണം. ഒന്നും ശരിപ്പെട്ടില്ല. അതുകൊണ്ട് ഇവിടെ തന്നെ. ഇവിടെ തന്നെ? എടോ വക്കീലേ, എന്താ ഇത്? എന്നോട് ചോദിച്ചിട്ട് എന്താ കാര്യം? ഞാൻ ശ്രമിക്കാഞ്ഞിട്ടല്ല, ഒത്തു കിട്ടണ്ടേ? അവസാനം ഞാൻ ആലോചിച്ചൊരു സ്ഥലം കണ്ടുവച്ചിട്ടുണ്ട്. ശരിയായാൽ ഇന്നോ അല്ലെങ്കിൽ നാളെ. വരൂ. രാധയല്ലേ? അന്തർജനം. ഇരിക്കൂ. എന്റെ പേര് ഉഷ. വക്കീലിന്റെ. മനസ്സിലായി. പലപ്പോഴും ഇവിടെ വരുമ്പോ സംസാരിക്കണം തോന്നിയിട്ടുണ്ട്. കഴിഞ്ഞില്ല. ഇരിക്കൂ. 2-3 കൊല്ലായില്ലേ ഈ കേസ് അനിയന്റെ? ഒരിക്കൽ ഇവിടെ ഇരുന്ന നിങ്ങളുടെ അച്ഛൻ മകന്റെ കഥകൾ അദ്ദേഹത്തോട് പറഞ്ഞത്. കോളേജിൽ ഫൈനൽ ഇയർ ആയിരുന്നല്ലേ? കേട്ടപ്പോൾ അരുത്, എന്റെ ഇല്ലത്ത് ഇതേ കേൾക്കാറുള്ളൂ. അച്ഛൻ വാതോരാതെ എനിക്കും വേറെ ഒന്നും ഓർക്കാൻ കഴിയില്ല. പുറത്തിറങ്ങിയാലെങ്കിലും കുറച്ച് ആശ്വാസം ഉണ്ടാവുമെന്ന് കരുതി. സോറി, ഞാൻ നിങ്ങളെ വേദനിപ്പിക്കാൻ പറഞ്ഞതല്ല. മനസ്സ് മരവിച്ചവർക്ക് എന്ത് വേദന. ഞാനിവിടെ കയറി വന്ന് അനാവശ്യം പറയാണെന്ന് തോന്നിയോ? ഏയ് ഇല്ല. കോളേജിലെ ജോലി മതിയാക്കി വീട്ടിലിരിക്കുക. ഇവിടെ ഒരാളെ സംസാരിക്കാൻ കിട്ടിയത് ഭാഗ്യായി. കേസിന് എത്ര രൂപ ചെലവായി? കൃത്യമായിട്ട് അറിയില്ല. അച്ഛന്റെ പ്രൊവിഡന്റ് ഫണ്ടും ഗ്രാറ്റുറ്റിയും പെൻഷൻ കമ്മ്യൂട്ട് ചെയ്ത കാശും മുഴുവൻ തീർന്നു. താമസിക്കുന്ന ഇല്ലത്തിന് പലർക്കും അവകാശമുണ്ട്. ഞങ്ങളുടേത് വിറ്റു. ഇപ്പോഴതുകൊണ്ടാ. കേസിന് പോയാൽ ഇതാ ഗതി. വക്കീലന്മാരുടെ സ്വഭാവം. എന്റെ മിസ്റ്ററും അതേ തൊഴിൽ തന്നെയാ. എന്നാലും ഏത് കേസും ജയിക്കുമെന്നേ അവര് പറയൂ. നിങ്ങളുടെ കാര്യം തന്നെ എത്ര കോടതി കയറി, എന്തെങ്കിലും ഗുണം കിട്ടിയോ? തെളിയിക്കാൻ കഴിയില്ലെന്ന് അറിഞ്ഞിട്ടും തെളിവുണ്ട്. അതിനുവേണ്ടി ഞാനിങ്ങോട്ട് വന്നത്. എനിക്കറിയാം. എന്റെ മിസ്റ്റർ നിങ്ങളെ ഫോണിൽ വിളിച്ചു പറയുന്നത് ഞാൻ കേട്ടു. എല്ലാം വെറുതെ. എന്താ നിങ്ങൾ പറഞ്ഞു വരുന്നത്? നിങ്ങളുടെ അനിയൻ പോയി. കൂട്ടത്തിൽ ഉള്ളത് മുഴുവൻ വിറ്റ് ഈ കേസിന് ചെലവാക്കിയാൽ ആ പണവും നഷ്ടമാവും. നിർത്തൂ. പുറമേ നിന്ന് ഉപദേശിക്കാൻ എളുപ്പാ. സ്വന്തം അനിയനെ പോലീസുകാർ പിടിച്ചോണ്ട് പോയി തച്ചു കൊന്നാൽ നിങ്ങളിത് പറയില്ല. കുടുംബത്തിന്റെ ഏക ആന്തരിയായിരുന്നു ഞങ്ങളുടെ ഉണ്ണി. അവനേക്കാൾ വലുതല്ല ഞങ്ങൾക്ക് പണം. ഈ കഷ്ടവും നഷ്ടവും ഒന്നും. നിങ്ങളുടെ ഭർത്താവ് പോലീസുകാർക്കെതിരായി വാദിക്കുന്നതിൽ ഭയമുണ്ടെങ്കിൽ അത് പറയൂ. ഞാൻ വേറെ വക്കീലിനെ നോക്കിക്കോളാം. അയ്യോ, ഞാൻ പറഞ്ഞു വന്നത് ഈ കേസ് നടത്തരുതെന്നല്ലേ? ഞാൻ മുഴുവനും കേട്ടു. മിസ് രാധ, നിങ്ങളോടുള്ള സഹതാപം കൊണ്ടല്ല അവൾ ഇങ്ങനെ പറഞ്ഞത്. സ്വന്തം കാമുകനെ രക്ഷിക്കാനാണ്. ഈ കേസിൽ 1-ാം പ്രതി ഇൻസ്പെക്ടർ ബൽറാം കല്യാണത്തിന് മുമ്പ് ഇവളുടെ ഇഷ്ടക്കാരനായിരുന്നു. പിന്നീട് അറിഞ്ഞിട്ടും എന്റെ കുഞ്ഞിന്റെ അമ്മയായതുകൊണ്ടാണ് ഞാൻ അവളെ വീട്ടിൽ താമസിപ്പിക്കുന്നത്. ബൽറാമിന് നിയമത്തിൽ നൽകാവുന്ന ഏറ്റവും വലിയ ശിക്ഷ കൊടുപ്പിക്കാൻ ഒരു വക്കീലെന്ന നിലവിട്ട് ഞാൻ പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെയാണ്. നിങ്ങളുടെ അനിയനെ ചോദ്യം ചെയ്യുമ്പോൾ പോലീസുകാർ തന്നെ ടേപ്പിൽ റെക്കോർഡ് ചെയ്തിരുന്നു. ക്യാമ്പിൽ വെച്ച് ഫോട്ടോ എടുത്തിരുന്നു, IG-ക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടി. ഉണ്ണികൃഷ്ണൻ കൊല്ലപ്പെട്ടപ്പോൾ പോലീസുകാർ പരിഭ്രമിച്ചു. പിന്നെ ശവം മറയ്ക്കാൻ അവർ ഓടി നടന്നു. ഈ സമയം ക്യാമ്പിലെ മറ്റ് പ്രതികളെ അവർ ശ്രദ്ധിച്ചില്ല. ഈ തക്കത്തിൽ അവിടെ ഓടി രക്ഷപ്പെട്ടവനാണ് ഞാൻ പറഞ്ഞ പുള്ളി. ഒഴിഞ്ഞ ക്യാമ്പിൽ നിന്ന് ക്യാമറയും ടേപ്പ് റെക്കോർഡറും പണമുണ്ടാവുമെന്ന് കരുതി പോലീസ് രഹസ്യരേഖകൾ അടങ്ങിയ ഒരു ബ്രീഫ് കേസും എടുത്താണ് അവൻ സ്ഥലം വിട്ടത്. നമുക്ക് വേണ്ടപ്പെട്ട തെളിവുകളാണ് ഇതൊക്കെ. എന്ത് വില കൊടുത്തും നാം അത് നേടിയെടുത്തേ പറ്റൂ.
എന്ത് വില കൊടുക്കേണ്ടി വരും സർ? അതെത്രയായാലും ഞാൻ കൊടുക്കും. എന്റെ ഒരു പ്രശ്ന ഇഷ്യൂ ആണ് ഈ കേസ്. പക്ഷേ നിങ്ങളുടെ ഒരു സഹായം എനിക്ക് വേണം. എന്ത് സഹായം? അവനെ ഇപ്പോൾ പോലീസ് വീണ്ടും കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്. ജയിലിലാണ്. പക്ഷെ ആ രേഖകളൊന്നും പോലീസിന് കിട്ടിയിട്ടില്ല. അവനത് രഹസ്യമായി ആരെയും ഏൽപ്പിച്ചിരിക്കുകയാണ്. ജയിലിൽ നിന്ന് അവനെ പുറത്തു ചാടിച്ച് എവിടെയെങ്കിലും ഒളിപ്പിച്ച് താമസിപ്പിക്കും. പലരും കയറി ഇറങ്ങുന്ന ഈ വീട്ടിൽ അതിനുള്ള സൗകര്യമില്ല. അതുപോലെ ഹോട്ടലും മറ്റു സ്ഥലങ്ങളും അപകടമാണ്. എന്റെ നോട്ടത്തിൽ ഒരു പോലീസ് ഓഫീസറുടെ മൂക്കിന് താഴെയുള്ള നിങ്ങളുടെ ഇല്ലം അതിനു പറ്റിയ സ്ഥലമാണ്. നിങ്ങൾക്ക് ധൈര്യമുണ്ടോ അവനെ താമസിപ്പിക്കാൻ? കൈവിട്ടാൽ നമുക്ക് നല്ലൊരു അവസരമാണ് നഷ്ടപ്പെടുക. മറ്റു റിസ്കുകൾ ഞാൻ എടുക്കാം. ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ എന്നെ സഹായിക്കും. എന്റെ അനിയനെ കൊന്നവരോട് പ്രതികാരം ചെയ്യാൻ ഞാൻ എന്തും ചെയ്യും സർ. അതെനിക്കറിയാം. ആരാണ് ആള്? സത്യരാജ്.